രണ്ടാമത്തെ ചാപ്റ്ററായ ലെറ്റ്സ് പ്രിപ്പയർ എ ന്യൂസ് പേപ്പർ അഥവാ പത്രത്താൾ ഒരുക്കാം എന്ന പാഠഭാഗം നമുക്കൊന്ന് നോക്കിയാലോ. നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ലെറ്റ്സ് പ്രിപ്പയർ എ ന്യൂസ് പേപ്പർ. ഈ ഒരു പാഠഭാഗത്തിൽ സ്ക്രൈബസ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു ന്യൂസ് പേപ്പർ തയ്യാറാക്കാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, ന്യൂസ് പേപ്പറിൻ്റെ മോഡൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, ഫിഗർ 2.1 കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മോഡലിലുള്ള ഒരു ന്യൂസ് പേപ്പറാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, തയ്യാറാക്കേണ്ടത്. ഓക്കെ, സ്ക്രൈബസ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ന്യൂസ് പേപ്പർ തയ്യാറാക്കേണ്ടത്. ഓക്കെ, ഈ ഒരു ന്യൂസ് പേപ്പറിൽ എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ അല്ലേ? ലാർജ് ഹെഡിങ് ലാർജായിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ, വലിയ രീതിക്ക് ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. എക്സലൻ്റ് അറേഞ്ച്മെൻറ്റ് ഓഫ് ന്യൂസ് അല്ലേ, ന്യൂസൊക്കെ നല്ല വൃത്തിക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കണ്ടന്റ് ഡിവൈഡഡ് ഇൻറ്റു കോളംസ്, അതായത് കണ്ടന്റ് കോളമായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചിത്രം ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അതുപോലെ ബാർകോഡ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് കണ്ടാൽ തന്നെ വായിക്കാൻ തോന്നുന്ന രീതിക്ക് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇത് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് അല്ലേ. നമ്മളിപ്പോൾ ഒരു മാഗസിൻ എടുത്ത് വായിക്കുകയാണ്, അല്ലെങ്കിൽ വേറൊരു ന്യൂസ് പേപ്പർ എടുത്ത് വായിക്കുകയാണ്, നമുക്കത് വായിക്കാൻ തോന്നണമെങ്കിൽ നമുക്കൊരു അട്രാക്ഷൻ തോന്നണം അല്ലേ. നമുക്കതിൻ്റെ അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ഭംഗിയുള്ളത് കൊണ്ടും കളർ കോമ്പിനേഷനൊക്കെ നല്ല രീതിക്ക് രസകരമായി കൊടുത്താൽ മാത്രമാണ് നമുക്കത് വായിക്കാൻ തന്നെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുക അല്ലേ. ഒരു വൃത്തിയില്ലാതെ അലൈൻമെൻറ്റ് പല രീതിക്ക്, കളറാണെങ്കിൽ പല രീതിക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വായിക്കാൻ തോന്നുമോ? ഒരിക്കലും ഇല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് അല്ലേ ന്യൂസ് പേപ്പറും മാഗസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്? when designing newspaper or magazines, factors such as images, font, heading, colors, caption, arrangement of letters and use of blank spaces play a crucial role in making the pages visually appealing. പത്രങ്ങൾ, മാസികകൾ തുടങ്ങിയവ രൂപകൽപ്പന ചെയ്യുമ്പോൾ അതിലെ ചിത്രങ്ങൾ, അക്ഷരരൂപങ്ങൾ, തലക്കെട്ട്, ഉപയോഗിച്ചിരിക്കുന്ന നിറം, അടിക്കുറിപ്പുകൾ, അക്ഷരങ്ങളുടെ ക്രമീകരണം, അക്ഷരമില്ലാത്ത ഇടങ്ങൾ തുടങ്ങിയവയെല്ലാം പേജുകളെ ആകർഷകമാക്കാൻ സഹായിക്കുന്ന ഘടകങ്ങളാണ് അല്ലേ. ഇത്തരം കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് അറേഞ്ച് ചെയ്താൽ മാത്രമാണ് ആ ഒരു പേജ് നമുക്ക് ഭംഗിയുള്ളതായിട്ട് കാണാൻ പറ്റുള്ളൂ. In earlier classes, we learned how to create document using LibreOffice Writer അല്ലേ. നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ LibreOffice Writer ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഡോക്യുമെൻ്റ് തയ്യാറാക്കാം, ആ ഡോക്യുമെൻറ്റിനെ എങ്ങനെ മനോഹരമാക്കാം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. However, specialized desktop publishing software is used to design pages for publication and to prepare multi-page document. പ്രസിദ്ധീകരണം ആവശ്യങ്ങൾക്കായുള്ള പേജ് ഡിസൈൻ ചെയ്യുന്നതിനും കൂടുതൽ പേജുകൾ, ഡോക്യുമെൻറ്റുകൾ തയ്യാറാക്കുന്നതിനും പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത DTP സോഫ്റ്റ്വെയറുകളാണ് പൊതുവെ ഉപയോഗിക്കാറുള്ളത്. ദ പ്രോസസ് ഓഫ് ഡിസൈനിങ് ആൻഡ് പബ്ലിഷിംഗ് ന്യൂസ് പേപ്പർ, മാഗസിൻ, ബുക്ക് എക്സെട്ര യൂസിങ് സച്ച് സോഫ്റ്റ്വെയർ ഇസ് നോൺ ആസ് ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ്. ഇത്തരം സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് പത്രങ്ങൾ, മാഗസിനുകൾ, പുസ്തകങ്ങൾ തുടങ്ങിയവ രൂപകൽപ്പന ചെയ്ത് പ്രസിദ്ധീകരിക്കുന്ന രീതിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നമുക്ക് നോക്കാം. ഇനി ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന DTP സോഫ്റ്റ്വെയർ ഏതാണെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു, നമ്മുടെ കമ്പ്യൂട്ടറിൽ അവൈലബിൾ ആയിട്ടുള്ള സ്ക്രൈബസ് ആണ്. Okay, desktop publishing is a method for preparing and printing pages using various designing software on a computer. കമ്പ്യൂട്ടറിലെ വിവിധ തരം ഡിസൈനിങ് സോഫ്റ്റ്വെയറുകളുടെ സഹായത്തോടെ പേജുകൾ തയ്യാറാക്കി അച്ചടിക്കുന്ന രീതിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് അഥവാ DTP എന്ന് പറയുന്നത്. ഇൻ ദ പാസ്റ്റ്, ദ പ്രോസസ് ഓഫ് പബ്ലിഷിംഗ് എ ബുക്ക് ഇൻവോൾവ് മൾട്ടിപ്പിൾ സ്റ്റേജസ് വിത്ത് ഡിഫറെൻറ്റ് പ്രൊഫഷണൽസ് സച്ച് ആസ് ടൈപ്പിസ്റ്റ്, ഗ്രാഫിക് designers, copywriters, typesetters and printers working on separate tasks. ഓക്കെ, മുമ്പ് ഒരു പുസ്തകം അച്ചടിക്കണമെങ്കിൽ വ്യത്യസ്ത മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ പ്രയത്നഫലമായിട്ടാണ് എന്ത് ചെയ്യുക, ഒരു ബുക്ക് അല്ലെങ്കിൽ ഒരു മാഗസിനൊക്കെ രൂപപ്പെടുക. അതിൽ ടൈപ്പിസ്റ്റുകൾ ഉണ്ടാവും, ഗ്രാഫിക് ഡിസൈനേഴ്സ് ഉണ്ടാവും, കോപ്പി റൈറ്റേഴ്സ് ഉണ്ടാവും, ടൈപ്പ് സെറ്റർ ഉണ്ടാവും, പ്രിൻറ്റിങ്, അങ്ങനെ വിവിധ ആൾക്കാരുടെ
പ്രവർത്തന ഫലമായിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുക, ഒരു ബുക്കോ അല്ലെങ്കിൽ ഒരു ന്യൂസ് പേപ്പറോ നമുക്ക് തയ്യാറാക്കാൻ പറ്റുക. വിത്ത് ദ അഡ്വെന്റ് ഓഫ് TTP, these steps can now be completed quickly by one person or a team of experts, all working at the same location using graphic based computer. ഈ DTPൻ്റെ വരവോടെ അല്ലേ, ഈ DTPൻ്റെ വരവോടെ തന്നെ ഒരു ഗ്രാഫിക് അധിഷ്ഠിത കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു കൂട്ടം വിദഗ്ധർക്കോ ഓരോ സ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഓരോ സ്ഥാനത്ത് വെച്ച് തന്നെ പെട്ടെന്ന് സാധ്യമാക്കുന്ന രീതിയിൽ, അതായത് ഈ വർക്ക് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിൽ എന്തായി, സൗകര്യമായി അല്ലേ. പണ്ടെന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ആൾക്കാർ ഇരുന്ന് ചെയ്തിരുന്നത് ഒരു വ്യക്തിയോ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരോ കൂടി വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലോട്ട് മാറി. Scribus is a popular open source desktop publishing software used for designing magazine, book and newspaper pages. സ്ക്രൈബസ് എന്ന് പറയുന്നത് ഒരു സ്വതന്ത്ര ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് സോഫ്റ്റ്വെയറുകളാണ് മാഗസിൻസ് തയ്യാറാക്കാനും ന്യൂസ് പേപ്പർ തയ്യാറാക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയറാണ്. Many well-known മലയാളം ന്യൂസ് പേപ്പേഴ്സ് ടുഡേ യൂസ് സ്ക്രൈബസ് ടു ഡിസൈൻ ദെയർ പേജസ്. ഇന്ന് അറിയപ്പെടുന്ന പല മലയാളം ന്യൂസ് പേപ്പേഴ്സും അവരുടെ പേജ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് സ്ക്രൈബസ് ആണ്. അതർ നോട്ടബിൾ DTP സോഫ്റ്റ്വെയർ ഇൻക്ലൂഡ്, സ്ക്രൈബസ് അല്ലാതെ കുറച്ച് ഫേമസ് ആയിട്ടുള്ള DTP സോഫ്റ്റ്വെയർസ് ആണ്. ഒന്ന് ലാറ്റക്, അഡബ് ഇൻഡിസൈൻ, മൈക്രോസോഫ്റ്റ് പബ്ലിഷർ ആൻഡ് കോർ എക്സ്പ്രസ്. ഓക്കെ, ഇത്തരം പറഞ്ഞ കാര്യങ്ങൾ, അതായത് ഇത്തരം സോഫ്റ്റ്വെയറുകൾ ഏതൊക്കെയാണെന്നുള്ളത് മാർക്ക് ചെയ്യുക. അതുപോലെ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റ് മാർക്ക് ചെയ്യുക. എന്താണ് DTP, എന്താണ് സ്ക്രൈബസ്, അതുപോലെ സ്ക്രൈബസ് അല്ലാതെ നമ്മൾ DTPക്ക് ഉപയോഗിക്കുന്ന കുറച്ച് സോഫ്റ്റ്വെയറുകൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കറക്റ്റ് മാർക്ക് ചെയ്ത് വെക്കുക. നമുക്ക് തിയറി ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ സോഫ്റ്റ്വെയർ ഒന്ന് ഓപ്പൺ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഷോ ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സൂപ്പർ കീ പ്രസ് ചെയ്തുകൊണ്ടും ചെയ്യാം കേട്ടോ. ഇവിടെ സ്ക്രൈബസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആദ്യത്തെ 2 ലെറ്റർ കൊടുക്കുമ്പോൾ തന്നെ ഇവിടെ നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ ഐക്കൺ അവൈലബിൾ ആയിട്ട് കാണാം. അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ സോഫ്റ്റ്വെയർ ഓപ്പൺ ആയി വരുന്നതിൻ്റെ മുന്നേ തന്നെ നമുക്കിവിടെ ഒരു ഡോക്യുമെൻറ്റ്, ന്യൂ ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു വിൻഡോ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇവിടെ സൈസ് എന്നുള്ളിടത്ത് നമ്മൾ എന്ത് ചെയ്യണം, A3 എന്ന് പറഞ്ഞിട്ട് കൊടുക്കണം. ഓക്കെ, ഇനി ഇവിടെ ഓറിയൻറ്റേഷൻ നമുക്ക് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്ത് കൊടുക്കാം. പോർട്രേറ്റ് ആണെങ്കിൽ പോർട്രേറ്റ്, ലാൻഡ്സ്കേപ്പ് ആണെങ്കിൽ ലാൻഡ്സ്കേപ്പ്. ഇവിടെ ഈ സൈസ് നമുക്ക് ഇങ്ങനെ A3 A4 അല്ലാതെ നമുക്ക് ഇവിടെ വിഡ്ത്തും ഹൈറ്റും കൊടുത്തിട്ടും നമുക്ക് എന്ത് ചെയ്യാം, ക്രമീകരിക്കാം. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഡിഫോൾട്ട് യൂണിറ്റ് എന്നുള്ളടത്ത് ഇഞ്ചസ് എന്നാണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ മില്ലിമീറ്റർ ആയിട്ട് എന്ത് ചെയ്യണം, മാറ്റി കൊടുക്കണം. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് മാർജിൻ ഗൈഡ് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഒന്നും നമ്മൾ പ്രത്യേകിച്ച് മാറ്റം വരുത്തേണ്ട ആവശ്യമില്ല. നമ്പർ ഓഫ് പേജസ് എന്നുള്ളടത്ത് 2 കൊടുക്കുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡിഫോൾട്ട് യൂണിറ്റ് എപ്പോഴും മില്ലിമീറ്റർ ആണ്, ഇഞ്ചസ് ആണെങ്കിൽ അത് മാറ്റി കൊടുക്കണം. ഓക്കെ, ശേഷം നമ്മളിവിടെ ഓക്കെ കൊടുത്തു. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മുടെ സ്ക്രൈബസ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട് അല്ലേ. നമ്മുടെ സ്ക്രൈബസിൻ്റെ വിൻഡോ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം എന്തൊക്കെയാണ്. ഇവിടെ മെയിനിൽ ടൈറ്റിൽ ബാർ ഉണ്ട്, ഇവിടെ മെനു ബാർ ഉണ്ട്, ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ടൂൾ ബാർ ഈ ഒരു ഭാഗത്ത് അത്ര ഇല്ല, ഇവിടെ സൈഡിലായിട്ടാണ് ഇവിടെ ടൂൾ ബാർ വന്നിട്ടുള്ളത്. ഇനി അതുപോലെ തന്നെ ഇവിടെ ഇതാണ് ക്യാൻവാസ്, ഇതാണ് സ്റ്റാറ്റസ് ബാർ. ഇവിടെ നമുക്ക് കണ്ടന്റ് പ്രോപ്പർട്ടീസ് വിൻഡോ അവൈലബിൾ ആണ്. പിന്നെ ഇതായിട്ട് ഇവിടെ ഒരു റൂളർ കാണുന്നുണ്ട് അല്ലേ. ഇനി ഞാനിതൊന്ന് ജസ്റ്റ് ക്ലോസ് ചെയ്യാണ്, ഇത് ക്ലോസ് ചെയ്യാണ്. അതുപോലെ ഈ ഒരു പ്രോപ്പർട്ടീസ് ഞാനിവിടെ ക്ലോസ് ചെയ്യാണ്. ഓക്കെ, എന്നിട്ട് ഞാൻ വീണ്ടും സ്ക്രൈബസ് ക്ലോസ് ചെയ്തു. വീണ്ടും ഞാൻ ഓപ്പൺ ചെയ്യാണ്. ഷോ ആപ്ലിക്കേഷനിൽ പോയിട്ട് സ്ക്രൈബസ് ഓപ്പൺ ചെയ്തു. ഓക്കെ, ഇവിടെ സൈസ് A3 കൊടുത്തു. ഇവിടെ ഇഞ്ചസ് ആക്കി ഇഞ്ചസ് എന്നുള്ളത് മില്ലിമീറ്റർ കൊടുത്തു. 2 പേജ് 2 കൊടുത്തു. ഓക്കെ, ഇനി നിങ്ങൾ നേരത്തെ തുറന്നു വന്ന പോലെയാണോ ഇപ്പോൾ വന്നത് അല്ലേ. ടൂൾ ബാർ മുകളിലായിട്ടാണ് കാണുന്നത്, നേരത്തെ തുറന്നപ്പോൾ സൈഡിലായിരുന്നു. അതുപോലെ കണ്ടന്റ് പ്രോപ്പർട്ടീസ് വിൻഡോയുടെ ഇല്ല. ഓക്കെ,
നിങ്ങൾ തുറക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ, ഓക്കെ, ഞാൻ അതുകൊണ്ടാണ് ഇത് ക്ലോസ് ചെയ്തിട്ട് രണ്ടാമത് ഓപ്പൺ ചെയ്തത്, കാരണം ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞാലാണ് മനസ്സിലാവുള്ളൂ. ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെയാണ് തുറന്ന് വരുന്നതെങ്കിൽ നമുക്ക് ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ടൂൾ ബാർ നമുക്ക് ഇവിടുന്നും എന്ത് ചെയ്യാം, സെലക്ട് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഇവിടെ ഈ ഒരു സേവ് ബട്ടൻ്റെ അടുത്ത് ഈ ഒരു ഫസ്റ്റ് ടൂളിൻ്റെ സൈഡിലായിട്ട് നമുക്കൊരു ഡോട്ട് കാണാം. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ സൈഡിൽ കൊടുത്തിട്ട് ഡ്രാഗ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി പ്രോപ്പർട്ടീസ് വിൻഡോ ഇല്ലേ, നമുക്ക് 2 പ്രോപ്പർട്ടീസ് വിൻഡോ ഉണ്ട്, രണ്ടും ഇവിടെ കാണുന്നില്ല. അത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വിൻഡോസ് മെനുവിൽ നിന്ന് പ്രോപ്പർട്ടീസ് എന്നുള്ളതിൽ ടിക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ ഞാൻ കൊടുത്ത സമയത്ത് ഇവിടെ തന്നെ വന്നിട്ടുണ്ട്. നമ്മൾ ചില സമയത്ത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ ആയിട്ട് കാണും. അതിനെ ഡ്രാഗ് ചെയ്തിട്ട് എന്ത് ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവന്നിടണം. ഇനി അടുത്തതാണ് എന്ത്, കണ്ടന്റ് പ്രോപ്പർട്ടീസ്. ഓക്കെ, ഈ 2 സാധനങ്ങളും നമുക്ക് ഇവിടെ കണ്ടില്ലെങ്കിൽ ഇവിടെ വിൻഡോസിൽ നിന്ന് പോയിട്ട് ഇത് രണ്ടും എന്ത് ചെയ്യണം, ടിക്ക് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ചിലപ്പോൾ നമ്മൾ ഫസ്റ്റ് ആയിട്ട് ചെയ്യുമ്പോൾ ഈ ഒരു ഭാഗത്തായിരിക്കും കാണുക. അത് രണ്ടും ഡ്രാഗ് ചെയ്തിട്ട് ഈ ഒരു റൈറ്റ് സൈഡിൽ കൊണ്ടുവന്നിടണം. ഓക്കെ, അപ്പോൾ ഇത് വന്നില്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നുകൂടി ക്ലോസ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്തത്. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾക്ക് കാണാം ടൂളുകൾ. ആദ്യത്തെ ടൂള് സെലക്ഷൻ, രണ്ടാമത്തെ ടൂള് ടെക്സ്റ്റ് ഫ്രെയിം, മൂന്നാമത്തെ ടൂള് ഇമേജ് ഫ്രെയിം, ഷേപ്പ്, പോളിഗൺ, ലൈന്, ബേസിക് കേവ്. ഇത്രയാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ളത്. അപ്പോൾ ടൂൾ ബോക്സ് ഒക്കെ കറക്റ്റ് നോക്കുക. ഇനി നമുക്ക് ഫസ്റ്റായിട്ട് ഒരു ബാനറാണ് തയ്യാറാക്കേണ്ടത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള ഈ ഒരു രീതിക്കുള്ള ഒരു ബാനർ നമുക്ക് എന്ത് ചെയ്യണം, തയ്യാറാക്കണം. ഓക്കെ, ഒരു ബാനർ തയ്യാറാക്കിയിട്ട് അതിൽ ഒന്നിൽ കേരള സ്കൂൾ ശാസ്ത്രോത്സവം ലോഗോ ഡിസൈൻ ചെയ്യാമെന്നും സ്കൂൾ കായികമേളയ്ക്ക് ആവേശോജ്വലമായ തുടക്കം എന്നും എന്ത് ചെയ്യണം, നമുക്ക് ടൈപ്പ് ചെയ്യണം. ഇവിടെ മലയാളം ടൈപ്പിംഗ് ആണ്. നമുക്ക് മലയാളം ടൈപ്പിംഗ് എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം അല്ലേ. നമുക്കിത് ടൈപ്പ് ചെയ്യണമെങ്കിൽ മലയാളം ടൈപ്പിംഗ് അറിയണം. മലയാളം ടൈപ്പിങ്ങിൻ്റെ ലെറ്റേഴ്സ് കുറച്ചെങ്കിലും പഠിക്കാൻ ശ്രമിക്കുക. ഞാൻ അതിൻ്റെ ഒരു PDF ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങളത് ഡൗൺലോഡ് ചെയ്തിട്ട് കുറച്ചെങ്കിലും എന്ത് ചെയ്യുക, പഠിക്കുക. ഓക്കെ, നമുക്ക് എക്സാമിന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക എന്ന് അറിയില്ല. കാരണം ഒരു പുതിയ പാഠമാണ്, പുതിയ ടെക്സ്റ്റ് ബുക്കാണ്. ഒരു എക്സാം കഴിഞ്ഞാലാണ് നമുക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക എന്ന് അറിയുള്ളൂ. മലയാളം ടൈപ്പ് ചെയ്യാൻ വരികയാണെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ മലയാളം ടൈപ്പിംഗ് അറിയാത്തവർ പഠിക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇത് ടൈപ്പ് ചെയ്യാം. അതിൻ്റെ മുന്നേ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു ബാനറിന് വേണ്ടിയിട്ട് ഈ ഷേപ്പൊക്കെ വരയ്ക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്ക്രൈബസിൽ നമ്മൾ എന്ത് ചെയ്യുക, ഷേപ്പ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ടൂൾ എടുത്തു. ഷേപ്പ് എന്ന് പറഞ്ഞ ടൂൾ എടുത്തിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുക. ഓക്കെ, നമ്മൾ ഈ വരച്ച സമയത്ത് ഈ ഒരു വിൻഡോ നമുക്ക് ആക്റ്റീവായിട്ട് കാണുന്നുണ്ട് അല്ലേ. ഇവിടെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് എത്രയാണ് അളവ് കൊടുക്കേണ്ടതെന്ന് കൃത്യമായിട്ട് പേജ് നമ്പർ 30 കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിൽ ഹൈറ്റ് എത്ര വേണം, എക്സ് പൊസിഷനിൽ എത്ര വേണം, വൈ പൊസിഷനിൽ എത്ര വേണം, വിഡ്ത്ത് എത്ര വേണം എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് എക്സ് പൊസിഷനിൽ 14 കൊടുക്കാം. ദെൻ വൈയിൽ 83 കൊടുത്തു. വിഡ്ത്ത് നമുക്ക് 145, ഹൈറ്റ് 28 mm. ഓക്കെ, ഇത്രയാണ് നമുക്ക് കൊടുക്കാനുള്ളത്. ഓക്കെ, ഞാൻ ഈ ഒരു പേജ് ഒന്ന്, അതായത് നമ്മുടെ ക്യാൻവാസ് ഒന്ന് ഞാൻ എന്ത് ചെയ്യാണ്, സൂം ഔട്ട് ചെയ്യാണ്. ഇവിടെ താഴത്ത് നമ്മുടെ സ്റ്റാറ്റസ് ബാറിൽ പോയിട്ട് ഒന്ന് സൂം ഔട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു ഷേപ്പിനെ നമുക്ക് കളർ കൊടുക്കണം അല്ലേ. അതിന് വേണ്ടിയിട്ട് ഇവിടെ കളേഴ്സ് എന്ന് പറഞ്ഞിട്ട് കാണാം. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടുന്ന് ഫില്ലും സ്ട്രോക്കും ഉണ്ടാവും. സ്ട്രോക്ക് നമ്മൾ എന്ത് ചെയ്യണം, നണ്ണ് കൊടുക്കണം. സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എന്താണ്, ഔട്ട്ലൈൻ കളറാണ് അല്ലേ. ഇവിടെ ഫില്ല് എന്നുള്ളടത്ത് നമ്മൾ എന്ത് ചെയ്തു, റെഡ് കൊടുത്തു. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം കുറച്ച് കളേഴ്സേ ഉള്ളൂ അല്ലേ. നമുക്ക് ഒരുപാട് കളേഴ്സ് ഇതിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവിടെ എഡിറ്റ് മെനുവിൽ കളേഴ്സ് ആൻഡ് ഫിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. എഡിറ്റ് മെനുവിൽ കളേഴ്സ് ആൻഡ് ഫിൽസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. അതിൽ ഇവിടെ മേർജ് കളർ സെറ്റ് എന്നുള്ളടത്ത് സ്ക്രൈബസ് ബേസിക് എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഓക്സിജൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ കൊടുക്കുക.
ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം ഒരുപാട് വെറൈറ്റി ഓഫ് കളേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഷേപ്പ് ഒന്ന് മാറ്റണം അല്ലേ. ആ ഷേപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, നോഡ് എഡിറ്റിംഗ് അല്ലേ, നമ്മൾ എഡിറ്റ് ബൈ നോഡ് എന്നുള്ളത് ഇങ്ക്സ്കേപ്പിലൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ ഇതിലും നമുക്ക് എന്ത് ചെയ്യാം, നോഡ് എഡിറ്റിംഗ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ ഷേപ്പ് ഈ ഒരു ആകൃതി മാറ്റാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഷേപ്പിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ഡബിൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ നോട്ട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു വിൻഡോ, ചെറിയൊരു വിൻഡോ വന്നു അല്ലേ. ഇവിടെ നമുക്ക് ആദ്യത്തേതാണ് എന്ത്, മൂവ് നോഡ്, അതായത് നോഡുകളെ മൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അടുത്തതാണ് എന്ത്, ആഡ് നോഡ്, പുതിയൊരു നോഡ് നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇവിടെ സെലക്ട് ചെയ്യുക, ജസ്റ്റ് ഒരു നോഡ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മൂന്നാമത്തേതാണ് എന്ത്, ഡിലീറ്റ് നോഡ്, അതായത് നോഡിനെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ക്ലിക്ക് ചെയ്തിട്ട് നോഡിനെ വേണമെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു വിൻഡോയിൽ നമ്മുടെ ടെക്സ്റ്റിൽ പറഞ്ഞ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ, ഒന്ന് മൂവ് നോഡ്, ആഡ് നോഡ്, ഡിലീറ്റ് നോഡ്. ഓക്കെ, ഇത്രയും നമുക്കൊന്ന് നോക്കിയില്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ ഒരു ഷേപ്പ് മാറ്റണം. അതിന് വേണ്ടിയിട്ട് ഇത് ആദ്യത്തെ നമ്മുടെ മൂവ് നോഡിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഈ താഴത്തെ ഈ ഒരു ഇതിൽ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തപ്പോൾ ഇവിടെ എക്സ്പോസ് വൈപോസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഓപ്ഷൻ എന്തായി, ആക്റ്റീവായി വന്നു. അവിടെ എക്സിൻ്റെ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യുക, 120 എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, കൊടുക്കുക. ഓക്കെ, എന്നിട്ട് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഷേപ്പ് ഒന്ന് മാറി അല്ലേ, നമ്മുടെ ആ ബാനറിലുള്ള രീതിക്ക് ഷേപ്പ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കണം. ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഷേപ്പിനെ സെലക്ട് ചെയ്തു, ഐറ്റത്തിൽ ഡ്യൂപ്ലിക്കേറ്റ് ഓർ ട്രാൻസ്ഫോമിൽ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു. എന്നിട്ട് ഇതിനെ ഇവിടെ ഓക്കെ, നമ്മുടെ പ്രോപ്പർട്ടീസിൽ എന്ത് ചെയ്യുക, ഫ്ലിപ്പ് ഹൊറിസോണ്ടലി, ഫ്ലിപ്പ് വെർട്ടിക്കലി കൊടുത്തു. എന്നിട്ട് ഇവിടുന്ന് ഫില്ലിൽ നിന്ന് ബ്ലാക്ക് കളറ് സെലക്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഇതിനെ ഇവിടെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമ്മുടെ ഈ ഒരു ഷേപ്പിന് ഷാഡോ കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇവിടുന്ന് ഡ്രോപ്പ് ഷാഡോ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു. അവിടെ ഹാസ് ഡ്രോപ്പ് ഷാഡോ എന്ന് പറഞ്ഞോടത്ത് എന്ത് ചെയ്യുക, ടിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഷാഡോ വന്നിട്ടുള്ളത് കാണാം. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കണം അല്ലേ. നമ്മുടെ ഈ ഒരു 2 ഇമേജിലും നമുക്ക് എന്ത് ചെയ്യണം, ടൈപ്പ് ചെയ്യാൻ നമ്മുടെ ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട് അല്ലേ. ഒന്ന് നോക്കൂ, കേരള സ്കൂൾ ശാസ്ത്രോത്സവം ലോഗോ ഡിസൈൻ ചെയ്യാം, സ്കൂൾ കായികമേളയ്ക്ക് ആവേശജലമായ തുടക്കം. ഇത്രയും നമ്മൾ എന്ത് ചെയ്യണം, ടൈപ്പ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏത് ടൂൾ എടുക്കേണ്ടത്, ടെക്സ്റ്റ് ടൂൾ എടുക്കുക. ഓക്കെ, ടെക്സ്റ്റ് ടൂൾ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇതിലൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് ടെക്സ്റ്റ് പ്രോപ്പർട്ടീസ് എടുക്കുക. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ടെക്സ്റ്റ് പ്രോപ്പർട്ടീസ് അല്ലേ, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ടെക്സ്റ്റ് പ്രോപ്പർട്ടീസിൻ്റെ ഓരോ കാര്യങ്ങളും ടെക്സ്റ്റ് ബുക്കിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, എങ്ങനെയാണ് എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളത്. അതൊന്ന് മനസ്സിലാക്കണം, കാരണം നമുക്ക് പ്രാക്ടിക്കലും അതുപോലെ തിയറി ക്വസ്റ്റ്യൻസും ഒക്കെ ചോദിക്കും. ഇവിടെ നമുക്ക് ഫോണ്ട് ഫാമിലി മാറ്റാം, അതുപോലെ നമുക്ക് ഇവിടുന്ന് ഫോണ്ട് സൈസ് മാറ്റാം. ലൈൻ സ്പേസിംഗ് ആണിത്, 3 തരത്തിലുള്ള ലൈൻ സ്പേസിംഗ് ഉണ്ട്. ഫിക്സഡ് ലൈന്, ഓട്ടോമാറ്റിക് ലൈൻ സ്പേസിംഗ്, അലൈൻ ടു ബേസ് ലൈൻ ഗ്രിഡ് എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ഇവിടെ കിടക്കുന്നത് ഫിക്സഡ് ലൈൻ സ്പേസിംഗ് ആണ്. പിന്നെ അതുപോലെ അലൈൻമെൻറ്റ് ഇവിടുന്ന് മാറ്റിക്കൊടുക്കുക. ലെഫ്റ്റ്, സെൻറ്റർ, റൈറ്റ്, ജസ്റ്റിഫൈ എന്നുള്ള രീതിക്ക് മാറ്റി കൊടുക്കുക. അതുപോലെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ലാംഗ്വേജ് ചേഞ്ച് ആക്കി കൊടുക്കുക. പിന്നെ കളേഴ്സും കാര്യങ്ങളും വേണമെങ്കിൽ കളർ ആൻഡ് ഇഫക്ട്സിൽ പോവുക. ഇവിടെ നമുക്ക് ഫോണ്ടിന് കളർ കൊടുക്കാൻ പറ്റും. അതുപോലെ ഇവിടെ നമുക്ക് ഷാഡോ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ടെക്സ്റ്റിന് ഷാഡോ കൊടുക്കുക. ആ ഷാഡോക്ക് കളർ കൊടുക്കാനാണ് ഈ ഒരു രണ്ടാമത്തെ ഈ ഒരു ഓപ്ഷൻ വരുന്നത്. മൂന്നാമത്തെ ഓപ്ഷൻ വരുന്നത് ഫോണ്ടിന് ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് പ്രോപ്പർട്ടീസ് വിൻഡോയിൽ അല്ലേ. നമുക്ക് മെയിനായിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 36 ഫിഗർ 2.14 കൊടുത്തിട്ടുള്ളത്. അത് കൃത്യമായിട്ട് നോക്കി പഠിക്കാം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഇംഗ്ലീഷ് എന്നുള്ളിടത്ത് നമ്മൾ എന്താക്കി മാറ്റണം, മലയാളമാക്കി മാറ്റണം. ഓക്കെ, നമുക്ക് മലയാളമാണ് ടൈപ്പ് ചെയ്യാനുള്ളത്. അപ്പോൾ മലയാളം, ഇംഗ്ലീഷ് എന്നുള്ളിടത്ത് നമ്മൾ മലയാളം സെലക്ട് ചെയ്ത് കൊടുക്കുക.
മലയാളം സെലക്ട് ചെയ്തു. ഇനി ഇവിടെ നമുക്ക് ഇ എൻ എന്ന് മുകളിൽ കാണുന്നുണ്ട് അല്ലേ? ആ ഇ എൻ എന്നുള്ളവർക്ക് നമ്മൾ എന്താക്കി കൊടുക്കണം? ML എന്നാക്കി കൊടുക്കണം. ഓക്കെ, മലയാളം ആക്കി കൊടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ സൂപ്പർ കീയും സ്പേസ് ബാറും കൂടിയിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കീബോർഡിൽ തന്നെ പെട്ടെന്ന് അങ്ങോട്ടും ഇംഗ്ലീഷ് മലയാളം നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, സൂപ്പർ കീയും സ്പേസ് ബാറും. ഓക്കെ, ഇവിടെ മലയാളം മാറിയത് കണ്ടോ? ഓക്കെ, ഇനി ഒട്ടും മലയാളം ടൈപ്പിംഗ് അറിയാത്തവരാണെങ്കിൽ ഇവിടെ ഷോ കീബോർഡ് ലേഔട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മലയാളത്തിൻ്റെ കീബോർഡ് ലേഔട്ട് ഇവിടെ കാണാൻ പറ്റും. ഇതൊരു ഭാഗത്തേക്ക് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഒട്ടും അറിയാത്തവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലാത്തവർ പഠിക്കുക. നമ്മൾ മലയാളം ടൈപ്പിംഗ് പഠിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. നമുക്ക് ഈ ഒരു പാഠഭാഗത്തിന് മാത്രമല്ല, നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്യാനൊക്കെ ഭാവിയിൽ നമുക്ക് യൂസ് ആവുന്ന ഒരു കാര്യമാണ് മലയാളം ടൈപ്പിംഗ്. ഓക്കെ, അപ്പോൾ മലയാളം ടൈപ്പിംഗ് കുറച്ചൊന്ന് ബുദ്ധിമുട്ടിയാലും നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എല്ലാവരും മലയാളം ടൈപ്പിംഗ് പഠിക്കാം. ഓക്കെ, ഇനി ഞാനത് ക്ലോസ് ചെയ്യാണ്. ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ച് തന്നതാണ്. കാരണം ഒട്ടും അറിയില്ലെങ്കിൽ നമുക്കിത് സൈഡിൽ വെച്ചിട്ട് ടൈപ്പ് ചെയ്യാം. ഇനി നമുക്ക് ഇവിടുന്ന് എന്ത് ചെയ്യാം? നമ്മുടെ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആദ്യം ടൈപ്പ് ചെയ്യേണ്ടത് കേരള. ഇപ്പം ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് മലയാളം ആക്കിയിട്ടും ഇവിടെ ഇങ്ങനെ ഒരു ബോക്സ് ആയിട്ടാണ് അല്ലേ കാണുന്നത് അല്ലേ? നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് വരുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ്? നമ്മളവിടെ ഫോണ്ട് ഫാമിലി എന്ത് ചെയ്തിട്ടില്ല? മാറ്റിയിട്ടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇത് ഇവിടുന്ന് ബാക്ക് സ്പേസ് അടിച്ചിട്ട് നമുക്കിവിടെ ഫോണ്ട് ഫാമിലി ഒന്ന് മാറ്റി കൊടുക്കാം. ഓക്കെ, ഞാൻ ഇവിടെ ഒരു അനഗ് മലയാളം എന്ന് പറഞ്ഞൊരു ഫോണ്ടാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഞാൻ ഇംഗ്ലീഷിലോട്ടാക്കിയിട്ടാണ് കേട്ടോ ആ ഫോണ്ട് അവിടെ ടൈപ്പ് ചെയ്തത്. ഇനി വീണ്ടും ഞാനിതാ മലയാളത്തിലോട്ടാക്കി. എന്നിട്ടിവിടെ കേരള സ്കൂൾ കേരള സ്കൂൾ ശാസ്ത്രോത്സവം എന്ന് ടൈപ്പ് ചെയ്തു, സെലക്ട് ചെയ്തു. ഫോണ്ട് ഒന്ന് ഏകദേശം ഫോണ്ട് സൈസ് ഒന്ന് കൂട്ടി കൊടുത്തു. ഓക്കെ, ഇനി വീണ്ടും ഞാൻ എന്ത് ചെയ്യാണ്? ഇതിനെ ഇംഗ്ലീഷിലോട്ട് ലേഔട്ട് മാറ്റിയിട്ട് ടെക്സ്റ്റിലുള്ള പോലെ ടൈപ്പ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് എൻ്റർ കൊടുത്തു. ഇനി വീണ്ടും എനിക്ക് എന്ത് ചെയ്യണം? ലോഗോ ഡിസൈൻ ചെയ്യാം എന്നുള്ളത് എന്ത് ചെയ്യണം? ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ഇതിൻ്റെ ലേഔട്ട് മലയാളത്തിലോട്ട് മാറ്റി. എന്നിട്ട് ലോഗോ ഡിസൈൻ ചെയ്യാമെന്ന് ടൈപ്പ് ചെയ്തു. അതിനെ ഞാൻ സെലക്ട് ചെയ്തു. ഫോണ്ട് സൈസ് കൂട്ടി കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഇവിടെ ഫിക്സഡ് ലൈൻ സ്പേസിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ ആ ഒരു ലൈൻ സ്പേസിംഗ് എന്ത് ചെയ്യുക? ഒന്ന് കൂട്ടി കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഇവിടെ ഒരു 37 ഫിക്സഡ് ലൈൻ സ്പേസിംഗ് എന്നുള്ളിടത്ത് ഒരു 37 ആണ് ഞാൻ കൊടുത്തത്. ഇതിനെ രണ്ടിനെ എന്ത് ചെയ്യുക? സെലക്ട് ചെയ്യുക. കളറ് ബ്ലാക്ക് അല്ല, വൈറ്റ് ആണ് വേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? വൈറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഈ രണ്ടാമത്തെ ടെക്സ്റ്റിനെ നമുക്ക് എന്ത് ചെയ്യുക? ഒന്നും കൂടി സെലക്ട് ചെയ്തിട്ട് കുറച്ചും കൂടി ഫോണ്ട് സൈസ് എന്ത് ചെയ്യുക? കൂട്ടി കൊടുക്കുക. അതിനൊരു ഷാഡോ, ഇവിടെ നമുക്ക് ടെക്സ്റ്റിന് ഷാഡോ കൊടുക്കാമെന്ന് പറഞ്ഞു. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഷാഡോ ഇവിടെ ബ്ലാക്ക് ആണ് കിടക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യുക? വൈറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. സെയിം കളർ തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ കേരള സ്കൂൾ ശാസ്ത്രോത്സവം ലോഗോ ഡിസൈൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഇനി അപ്പുറത്തെ സൈഡിലും നമുക്ക് ടൈപ്പ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ടെക്സ്റ്റ് ടൂൾ എടുത്തു. ജസ്റ്റ് ഒന്ന് പുറത്ത് വരച്ചു കൊടുത്തു. ഇതുപോലെ എന്ത് ചെയ്യാം? ഇവിടെ ഫോണ്ട് ഫാമിലി മാറ്റി കൊടുക്കുക.
ലേഔട്ട് മാറ്റിയിട്ട് അനക് മലയാളം എന്നുള്ള ഫോണ്ടാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. ഇതിൽ ഒരുപാട് മലയാളം ഫോണ്ടുകൾ അവൈലബിൾ ആണ് കേട്ടോ. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ അനക് മലയാളമാണ്, ദേശാഭിമാനി ഉണ്ട്, അതുപോലെ തുമ്പപ്പൂ എന്ന് പറഞ്ഞിട്ടുള്ള ഫോണ്ട് ഉണ്ട്, പിന്നെ ഒരുപാട് മലയാളം ഫോണ്ടുകൾ ഉണ്ട്. നിങ്ങളിവിടെ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഞാനിവിടെ അടുത്തത് സ്കൂൾ കായികമേളയ്ക്ക് എന്നുള്ളത് ടൈപ്പ് ചെയ്തു. അത് ഏകദേശം ഇതിൻ്റെ ഒരു രീതിക്കുള്ള ഒരു ഫോണ്ട് സൈസ് നമുക്ക് കൊടുക്കാം. ഇവിടെ 20 ആണ്. അതുപോലെ നമ്മളിത് സെലക്ട് ചെയ്തു, ഒരു 20 ഫോണ്ട് സൈസ് കൊടുത്തു. ഓക്കെ, കുറച്ചുകൂടിയും കൂട്ടി കൊടുത്തു. എന്നിട്ട് വീണ്ടും ഞാൻ എൻ്റർ കൊടുത്തു. എന്നിട്ട് അടുത്ത ലൈന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അതും ഞാൻ സെലക്ട് ചെയ്തു. ഫോണ്ട് സൈസ് ഒന്ന് കൂട്ടി കൊടുത്തു. ഇനി ഇതിനെ രണ്ടിനെ എന്ത് ചെയ്തു, ഞാൻ സെലക്ട് ചെയ്യാണ്. എന്നിട്ട് ഇവിടുന്ന് നമുക്ക് ഇവിടെ ലൈൻ സ്പേസിങ് നമ്മൾ 37 ആണല്ലേ കൊടുത്തിട്ടുള്ളത്, അതുപോലെ ഇത് രണ്ടും സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ കൂട്ടി കൊടുത്തു. കളറ് ഇവിടെ ബ്ലാക്കിൻ്റെ പകരം നമുക്ക് യെല്ലോ ആണ് വേണ്ടത്. നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇതിനെടുത്തിട്ട് ഇവിടെ കൊണ്ടുവയ്ക്കുക. എന്നിട്ട് നമുക്ക് നമ്മുടെ ഈ രണ്ടാമത്തെ ഇതിന് ചെറിയ രീതിക്ക് എന്ത് ചെയ്യുക, ഒന്ന് ഷാഡോ ഇവിടെ ബ്ലാക്ക് എന്നുള്ളിടത്ത് യെല്ലോ തന്നെ കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ 2 ബാനറും അതിലോട്ട് വേണ്ട ടെക്സ്റ്റും നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ഹെഡിങ് ആണ് ടൈപ്പ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, ടെക്സ്റ്റ് ടൂൾ എടുത്തിട്ട് ഇവിടെ വരച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇവിടുന്ന് ഉറൂബ് എന്ന് പറഞ്ഞ ഫോണ്ട് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്ത് കൊടുക്കുക. വീണ്ടും ഇതിൻ്റെ ഉള്ളിൽ ക്ലിക്ക് ചെയ്യുക. അതായത് ആ ടെക്സ്റ്റ് ബോക്സിൻ്റെ ഉള്ളിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം മലയാളമാക്കി കൊടുക്കുക. അക്ഷരം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അക്ഷരം ടൈപ്പ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്തിട്ട് ഫോണ്ട് സൈസ് കൂട്ടി കൊടുക്കുക. ഓക്കെ, നമുക്ക് ഇവിടുന്ന് ഒരു 100 ഒക്കെ കൊടുക്കാം. ഹെഡിങ്ങിന് എപ്പോഴും നമുക്കറിയാം അത്യാവശ്യം വലിപ്പം വേണം അല്ലേ. എന്നിട്ട് ഇത് സെലക്ഷനിൽ നിൽക്കുന്ന സമയത്ത് ഇവിടുന്ന് നമുക്ക് ഒരു റെഡ് കളർ നമുക്ക് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്ത് കൊടുക്കുക. ഷാഡോ ഉണ്ട്, ഷാഡോ കൊടുക്കുക. ഓക്കെ, ഷാഡോൻ്റെ കളറ് നമുക്ക് മാറ്റേണ്ട ബ്ലാക്ക് തന്നെയാണ്. കുറച്ചും കൂടി നമുക്ക് വലിപ്പം കൂട്ടിക്കൊടുക്കാം. ഓക്കെ, അപ്പം നമ്മുടെ ഹെഡിങ് ഇവിടെ വന്നിട്ടുണ്ട്. അതിനെ നമുക്ക് അലൈൻമെൻറ്റ് സെൻറ്ററാക്കി കൊടുക്കാം. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു മോഡ്, നമുക്കൊരു പ്രിവ്യൂ മോഡ് കാണാനാണെങ്കിൽ ഇവിടെ ഈ ഒരു ഐക്കണിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒരു പ്രിവ്യൂ മോഡ് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. വീണ്ടും ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, എഡിറ്റ് ചെയ്യാൻ പറ്റുക. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ താഴെ വീണ്ടും നമ്മുടെ ന്യൂസ് പേപ്പറിൽ തന്നിട്ടുള്ളത് സ്കൂൾ ഗസറ്റ് ഗവൺമെൻറ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂൾ കട്ടപ്പന എന്നാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ സ്കൂളിൻ്റെ പേര് എന്ത് ചെയ്യാം, ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിന് വീണ്ടും ഇവിടുന്ന് ടെക്സ്റ്റ് ടൂൾ എടുത്തിട്ട് വരച്ചു കൊടുക്കുക. ഓക്കെ, ഇവിടെ നമുക്ക് ഫോണ്ട് മലയാളം എടുത്തു.
ഇവിടെ ഇതന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം എന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളിൻ്റെ പേര് എന്ത് ചെയ്യാം, ടൈപ്പ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ടൈപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ, ഇവിടെ നമുക്ക് ഫോണ്ട് സൈസ് കൂട്ടി കൊടുക്കണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോണ്ട് സൈസ് കൂട്ടി കൊടുക്കാം. ഓക്കെ, ഈ ബോക്സ് ഒന്ന് ചെറുതായിട്ട് വലുതാക്കി കൊടുക്കുക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ഫോണ്ട് സൈസ് കൂട്ടിയപ്പോൾ നമ്മൾ ആ വരച്ച ബോക്സിൻ്റെ ഉള്ളിൽ അത് ഒതുങ്ങുന്നില്ല. അപ്പോൾ നമ്മൾ ആ ടെക്സ്റ്റ് ബോക്സ് ഒന്ന് വലിപ്പം കൂട്ടി കൊടുക്കുക. ഇതുപോലെ ഇങ്ങനെ താഴെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ സ്കൂൾ ഗസറ്റ് എന്നുള്ളത് നിങ്ങളതിൽ നോക്കിയാൽ കാണാം എന്താണ്, വേറൊരു കളറാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യുക, വേറൊരു കളറ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ അക്ഷരം എന്ന് ടൈപ്പ് ചെയ്തു, അതുപോലെ തന്നെ അവിടെ സ്കൂളിൻ്റെ പേര് നമ്മൾ കൊടുത്തു. ഇനി നമുക്ക് ഒരു 2 ലൈന് വരയ്ക്കണം അല്ലേ. ആ ലൈന് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഏത് ടൂളാണ് നമ്മൾ എടുക്കുക, ലൈൻ ടൂൾ എടുക്കുക. ലൈൻ ടൂൾ എടുത്തിട്ട് കീബോർഡിൽ കൺട്രോൾ കീ പ്രസ് ചെയ്തുകൊണ്ട് ലൈന് വരയ്ക്കാം. ഓക്കെ, സ്ട്രെയിറ്റ് ലൈന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൺട്രോൾ കീ പ്രസ് ചെയ്തിട്ട് വരയ്ക്കുന്നത്. എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ലൈൻസ് എന്ന് പറഞ്ഞിട്ട് അല്ലേ കാണിക്കുന്നുണ്ട്. ലൈനുകൾ വരുന്ന സമയത്ത് നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടൈപ്പ് ഓഫ് ലൈന്, നമുക്ക് ഏത് തരം ലൈന് വേണമെങ്കിലും ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ അതിൻ്റെ വിഡ്ത്ത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ലൈൻ വിഡ്ത്ത് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കും, വിഡ്ത്ത് വേണമെങ്കിൽ കൂട്ടി കൊടുക്കാം. ഓക്കെ, ലൈൻ വരുന്ന സമയത്ത് നമ്മൾ ഫില്ലിലാണോ കളർ കൊടുക്കേണ്ടത്? അല്ല, ലൈനിൻ്റെ കളറ് മാറ്റാൻ നമ്മൾ സ്ട്രോക്കാണ് എന്ത് ചെയ്യുക, കളറ് ചേഞ്ച് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമുക്ക് ബ്ലാക്ക് തന്നെ മതി. ചേഞ്ച് ചെയ്യേണ്ട ഒരു സമയം വരികയാണെങ്കിൽ പറഞ്ഞതാണ് എന്താ ചെയ്യേണ്ടത്, സ്ട്രോക്കിലാണ് ലൈന് വരയ്ക്കുന്ന സമയത്ത് നമ്മൾ കളറ് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ഐറ്റത്തിൽ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു. ഇതിന് ഓക്കെ, ഇതുപോലെ അറേഞ്ച് ചെയ്ത് വയ്ക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ ഉള്ളിൽ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാനുണ്ട് അല്ലേ. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാനുണ്ട്. അതിന് വേണ്ടിയിട്ട് വീണ്ടും ടെക്സ്റ്റ് ടൂൾ എടുക്കുക. ഓക്കെ, വരച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമുക്ക് മലയാളമല്ല വേണ്ടത്, ഇംഗ്ലീഷാണ്. അപ്പോൾ നമ്മുടെ ലേഔട്ട് മാറ്റി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. aksharam.com ഇമെയിൽ. ഇത് നിങ്ങൾ ടെക്സ്റ്റിലുള്ളത് തന്നെ കൊടുക്കണം എന്നില്ല, നിങ്ങളുടെ സ്കൂളിൻ്റെതൊക്കെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അവിടെ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾ സ്കൂളിൻ്റെതൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ടെക്സ്റ്റിലുള്ളത് ടൈപ്പ് ചെയ്യുന്നുള്ളൂ, നിങ്ങൾ മാറ്റി കൊടുക്കണമെങ്കിലൊക്കെ മാറ്റി കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഞാൻ ഇത് രണ്ടും ടൈപ്പ് ചെയ്തു. ജസ്റ്റ് ഇതിനൊന്ന് ഇങ്ങനെ ഇറക്കി വെച്ചു. ഓക്കെ, ആരോ കീ പ്രസ് ചെയ്തിട്ട് ചെയ്താൽ മതി. കീബോർഡിൽ ആരോ കീ വെച്ചിട്ട് നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. വീണ്ടും ഞാനിവിടെ ഒരു ടെക്സ്റ്റ് ബോക്സ് വരച്ചു. എന്നിട്ട് അതിൽ സ്കൂൾ ന്യൂസ് പേപ്പറിന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇതും നമുക്ക് കീബോർഡിൽ ആരോ കീസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മൾ ഇത്രയും ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ മുകളിൽ അല്ലേ നമ്മുടെ ഹെഡിങ്ങിൻ്റെ 2 ഭാഗത്തായിട്ട് നമുക്ക് ലൈൻ വരയ്ക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ലൈൻ ടൂൾ എടുത്തിട്ട്
കൺട്രോൾ പ്രസ് ചെയ്തിട്ട് വരച്ചു കൊടുക്കുക. ഓക്കെ, ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ഐറ്റം ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു, ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഒരു ബാർകോഡ് ഉണ്ട് അല്ലേ? ആ ബാർകോഡ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ബാർകോഡ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മുടെ ടൂൾ ബോക്സിലുള്ള ബാർകോഡ് എന്ന് പറയുന്ന ഒരു ടൂളിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ സെലക്ട് ബാർകോഡ് ഫാമിലി എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അവിടെ 2 ഡയമെൻഷണൽ സിമ്പിൾ എന്ന് പറഞ്ഞത് സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ബാർകോഡ് ഫോർമാറ്റ് എന്ന് പറയുന്നുണ്ട്. അവിടെ നമുക്ക് QR കോഡ് സെലക്ട് ചെയ്യുക. ഇവിടെ കണ്ടൻറ് എന്നുള്ളിടത്ത് നമുക്ക് ഏത് ഇതിൻ്റെ ആണോ വേണ്ടത്. ഓക്കെ, ആ ഒരു നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ സ്കൂളിൻ്റെ വെബ്സൈറ്റിൻ്റെ ഒക്കെ കൊടുക്കാം. ഇവിടെ നമുക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ സ്കൂൾ വിക്കിൻ്റെതാണ് കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇവിടെ സ്കൂൾ വിക്കി എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അതിൻ്റെ ലിങ്ക് ഉണ്ടെങ്കിൽ നമുക്ക് കോപ്പി പേസ്റ്റ് ഒക്കെ ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഇവിടെ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തെന്ന് മാത്രം. എന്നിട്ട് ഇവിടെ ഓക്കെ കൊടുക്കുക. എന്നിട്ടിപ്പോൾ നിങ്ങളെ മൗസ് പോയിൻ്റർ അല്ലേ ഒരു വേറൊരു സിമ്പിളായി വന്നത് കാണാം. നമുക്ക് എവിടെ വേണ്ടത് അവിടെ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ബാർകോഡ് വന്നത് കാണാം. ഇത് നമുക്ക് എന്ത് ചെയ്യാം? അങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? ഇപ്പുറത്തെ സൈഡിലായിട്ട് നമുക്ക് 2024 ജൂലൈ 10 ബുധൻ ടൈപ്പ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ടെക്സ്റ്റ് ടൂൾ എടുത്തിട്ട് ഒന്ന് വരച്ചു. ഓക്കെ, ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഞാനിവിടെ എന്നുള്ളത് ML ആക്കി കൊടുക്കുകയാണ്. അതുപോലെ നമ്മുടെ ടെക്സ്റ്റ് പ്രോപ്പർട്ടീസിൽ ഇവിടെ ഫോണ്ട് നമുക്ക് മാറ്റി കൊടുക്കുക. ദേശാഭിമാനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോണ്ട് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഇവിടെ 2024 ജൂലൈ എന്ന് ടൈപ്പ് ചെയ്യുക. അലൈൻമെൻറ്റ് സെൻറ്റർ കൊടുക്കുക. ഓക്കെ, ഫോണ്ട് സൈസ് ഒന്ന് വലുതാക്കി കൊടുക്കുക. വീണ്ടും ടെക്സ്റ്റ് ടൂൾ എടുത്തിട്ട് വരച്ചു കൊടുക്കുക. അവിടെ നമുക്ക് 10 എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഫോണ്ട് നമുക്ക് ഉറൂബ് സെലക്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോണ്ട് സെലക്ട് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതിൽ ഒരുപാട് ഫോണ്ടുകൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോണ്ട് എന്ത് ചെയ്യുക? സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ജസ്റ്റ് ഇവിടെ നമുക്ക് ഫോണ്ട് സൈസ് കൂട്ടി കൊടുക്കുക. സെൻറ്റർ ആക്കി കൊടുക്കുക. കളർ ബ്ലാക്ക് ഉള്ളിടത്ത് റെഡ് കൊടുക്കുക. നമുക്ക് ഇതിനൊന്ന് പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം? ടെക്സ്റ്റ് ടൂൾ എടുത്തിട്ട് വീണ്ടും വരച്ചു കൊടുക്കുക. ഇവിടെ ഫോണ്ട് ദേശാഭിമാനി സെലക്ട് ചെയ്യുക. മലയാളമാക്കി കൊടുക്കുക. ബുധൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതിൻ്റെ കളറ് മാറ്റണ്ട. ഇതിനൊന്ന് നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഫസ്റ്റ് ഘട്ടത്തിൽ നമ്മൾ ഇത്രയും ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഒന്ന് സേവ് ചെയ്യുക. ഓക്കെ, നമ്മൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് സേവ് ചെയ്ത് വയ്ക്കുക. എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് സേവ് ചെയ്യുക എന്നുള്ളത്. ഫയലിൽ സേവ് എടുത്തു. ഹോമിൽ സ്റ്റുഡൻസ് വർക്ക് 10 ഡബിൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ നിങ്ങൾക്ക് ഇവിടെ ഒരു ഫയൽ നെയിം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഫയൽ നെയിം കൊടുത്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ പ്രിവ്യൂ ഒന്ന് കണ്ടാലോ അല്ലേ?
ഇതിൻ്റെ ഒരു പ്രിവ്യൂ മോഡ് നമുക്കൊന്ന് നോക്കാം. ഈ ഒരു രീതിക്ക് നമ്മുടെ ന്യൂസ് പേപ്പറിൻ്റെ ഒരു ഭാഗം നല്ല രീതിക്ക് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിൽ ഇമേജ് എങ്ങനെ ഉൾപ്പെടുത്താം എന്നുള്ളതും കൂടി നോക്കാം. അതിനായിട്ട് നമുക്ക് ഇമേജ് കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ട് ഇമേജ് ഫ്രെയിം എന്ന് പറഞ്ഞ ടൂൾ എടുത്തിട്ട് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതിനെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് കണ്ടന്റിൽ ഗെറ്റ് ഇമേജ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. അവിടെ ഹോമിലെ സ്കൂൾ റിസോഴ്സസ് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലാസ് 10 സ്ക്രൈബസ് എന്ന് പറഞ്ഞിട്ട് കാണാം, അത് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അതിൽ ozone.png എന്ന് പറഞ്ഞ ചിത്രം ഓക്കെ കൊടുക്കുക. ഓക്കെ, ഇനി ഇവിടെ ഇതിനെന്ത് ചെയ്യുക, 2 രീതിക്ക് നമുക്ക് ചെയ്യാം. ഒന്ന്, ഇതിനെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇമേജ് എന്നുള്ളിടത്ത് അഡ്ജസ്റ്റ് ഫ്രെയിം ടു ഇമേജ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇമേജ് വലുതായിട്ട് വരും. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഓൾട്ടും കൺട്രോളും പ്രസ് ചെയ്തുകൊണ്ട് നമുക്കിതിനെ ചെറുതാക്കി കൊടുക്കാം. ഓക്കെ, ഈ ഒരു രീതിക്ക് നമുക്ക് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും, ചെറുതാക്കിയിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇതൊരു രീതിക്ക് നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ള രീതി. ഇപ്പോൾ ഞാൻ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു, കണ്ടന്റിൽ ഗെറ്റ് ഇമേജിൽ നമ്മുടെ ചിത്രം കൊണ്ടുവന്നു, ഓക്കെ കൊടുത്തു. എന്നിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇമേജിൽ അഡ്ജസ്റ്റ് ഇമേജ് ടു ഫ്രെയിം, നമ്മൾ നേരത്തെ ഫ്രെയിം ടു ഇമേജ് ആണ് കൊടുത്തത്, ഇവിടെ അഡ്ജസ്റ്റ് ഇമേജ് ടു ഫ്രെയിം കൊടുത്തു. ഇവിടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ പ്രപ്പോർഷണൽ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കാണും അല്ലേ, ഇവിടെ ഫ്രീ സ്കെയിലിങ്ങിൽ പ്രപ്പോർഷണൽ എന്ന് പറഞ്ഞിട്ട് കാണും. അതിൻ്റെ ടിക്ക് മാർക്ക് ഒന്ന് ഒഴിവാക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ അവിടെ നമ്മുടെ ഒരു ഇമേജ് നമുക്ക് കറക്റ്റ് സെറ്റായിട്ട് കിട്ടും. ഓക്കെ, ഈ ഒരു മെത്തേഡാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ളത്. മറ്റ് നേരത്തെ പറഞ്ഞ രീതിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇനി ഇതിൻ്റെ ഭംഗി, അതായത് മിഴിവ് കൂട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഇതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് പ്രിവ്യൂ സെറ്റിങ്സിൽ ഫുൾ റെസൊല്യൂഷൻ എന്നുള്ളത് എന്ത് ചെയ്യുക, ടിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ ഇമേജ് കറക്റ്റ് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടി ഇതിനെ ഫയലിൽ സേവ് കൊടുക്കാം. ഓക്കെ, നമുക്ക് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു അല്ലേ. നമ്മൾ ബാനർ ചെയ്യാൻ പഠിച്ചു, അതിൽ ടെക്സ്റ്റ് ഉൾപ്പെടുത്തുന്നത്, ലൈൻ സ്പേസിങ്, പിന്നെ ബാർകോഡ് കൊണ്ടുവരുന്നത്, അക്ഷരങ്ങൾക്ക് ഷാഡോ കൊടുക്കുന്നത്, പിന്നെ അതുപോലെ തന്നെ ഇംഗ്ലീഷ് മലയാളം ആക്കാൻ വേണ്ടിയിട്ടുള്ള ഷോർട്ട് കട്ട് കീകൾ, ഇമേജ് കൊണ്ടുവരുന്നത്, ലൈന് വരയ്ക്കുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. അത് ടെക്സ്റ്റ് ബുക്കിൽ നന്നായിട്ട് റീഡ് ചെയ്ത് നോക്കുക, കറക്റ്റ് നോട്ട് ചെയ്യുക. നമ്മൾ വീഡിയോ കാണുന്ന സമയത്ത് ടെക്സ്റ്റ് ബുക്ക് തുറന്ന് വെച്ചിട്ട് എന്ത് ചെയ്യുക, കാണാൻ ശ്രമിക്കുക. കാരണം ഓരോ ഭാഗവും നമുക്ക് ടെക്സ്റ്റ് തന്നെയാണ് മെയിൻ, അതായത് ടെക്സ്റ്റ് വായന നിർബന്ധമാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നന്നായിട്ട് റീഡ് ചെയ്യുക. ഓക്കെ, ഇതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൻ്റെ ബാക്കി ഭാഗമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.